ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മലയാളത്തിൽ നമ്മൾ പറയുന്ന ഞാൻ എഴുതുകയായിരുന്നു, അവൻ എഴുതുകയായിരുന്നു, അവൾ എഴുതുകയായിരുന്നു, അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? അതാണ് ഈ ക്ലാസ്സുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഇംഗ്ലീഷിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നൊക്കെയാണ് പറയുന്നത്. ഈ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല. എപ്പോഴും പറയുന്നത് പോലെ സ്കൂൾ കുട്ടികളെ ഉദ്ദേശിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഉണ്ടാക്കുന്ന രീതി നമ്മൾ അറിയണം. സബ്ജക്റ്റ് അതിന്റെ കൂടെ വാസ് അല്ലെങ്കിൽ വേർ വയ്ക്കും. വാസും വേറും നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ബി എന്ന വെർബിന്റെ പാസ്റ്റ് ഫോമിലെ രൂപങ്ങളാണ് വാസ്, വേർ. വാസ് സിംഗുലർ ആണ്, വേർ പ്ലൂറലാണ്. ഇതിന്റെ കൂടെ ബേസ് ഫോം വയ്ക്കും. ബേസ് ഫോമിന്റെ കൂടെ ING എന്ന് ചേർക്കും. അപ്പോൾ ഇവിടെ റൈറ്റിംഗ് എന്ന് കിട്ടും. ഇതിനെ ING ഫോം എന്ന് പറയും. ആ രീതിയിലാണ് ഈ വാചകം ഉണ്ടാക്കുന്നത്. നമ്മൾ 3 വാചകങ്ങൾ കണ്ടു കഴിഞ്ഞു. ഞാൻ എഴുതുകയായിരുന്നു, ഐ വാസ് റൈറ്റിംഗ്. അതിന്റെ ചോദ്യം, ഞാൻ എഴുതുകയായിരുന്നു, വാസ് ഐ റൈറ്റിംഗ്. മൂന്നാമത്തെ വാചകം നെഗറ്റീവ് വാചകം, ഞാൻ എഴുതുകയായിരുന്നില്ല, ഐ വാസിന്റ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഐ വാസ് നോട്ട് റൈറ്റിംഗ്. ഇന്ന് കാണുന്നത് നാലാമത്തെയും അവസാനത്തെയുമായ വാചകമാണ്. അതേതാണ്? ഞാൻ എഴുതുകയായിരുന്നില്ലേ, ഞാൻ എഴുതുകയായിരുന്നില്ലേ, അവൻ എഴുതുകയായിരുന്നില്ലേ. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അത് എളുപ്പമാണ്. ഇവിടെയുള്ള ഈ വാസിന്റെ മുന്നിൽ കൊണ്ടുവന്നിടുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ആയി. വാസിന്റ് ഐ റൈറ്റിംഗ്, വാസിന്റ് ഐ റൈറ്റിംഗ്. അങ്ങനെ പഠിക്കണം. വാസിന്റ് ഐ ഒരുമിച്ച് പറയണം. വാസിന്റ് ഐ റൈറ്റിംഗ്, വാസിന്റ് ഐ റൈറ്റിംഗ്. ഞാൻ എഴുതുകയായിരുന്നില്ലേ. ഇതാണ് നാം ഇന്ന് കാണുന്നത്. നമുക്ക് തുടങ്ങാം. വാസിന്റ് ഐ റൈറ്റിംഗ് എ സ്റ്റോറി. ചോദ്യമാണ്, നെഗറ്റീവ് ചോദ്യം. വാസിന്റ് ഐ റൈറ്റിംഗ്, ഞാൻ എഴുതുകയായിരുന്നില്ലേ. ഇത് സ്പോക്കൺ ഇംഗ്ലീഷ് ആണ്. റിട്ടൺ ഇംഗ്ലീഷ് എഴുതുമ്പോൾ എഴുത്ത് ഭാഷയില് വാസ് ഐ നോട്ട് റൈറ്റിംഗ്, വാസ് ഐ നോട്ട് റൈറ്റിംഗ് എന്ന് എഴുതാറുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് ആണ്. സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇങ്ങനെയാ പറയുക, വാസിന്റ് ഐ റൈറ്റിംഗ് എ സ്റ്റോറി. ഞാനൊരു കഥ എഴുതുകയായിരുന്നില്ലേ. വാസിന്റ് ഐ റീഡിങ് എ ബുക്ക്, ഞാനൊരു പുസ്തകം വായിക്കുകയായിരുന്നില്ലേ. വാസിന്റ് ഐ ക്ലീനിങ് ദ റൂം, ഞാൻ റൂം ക്ലീൻ ചെയ്യുകയായിരുന്നില്ലേ. വാസിന്റ് ഐ കട്ടിങ് എ ട്രീ, ഞാനൊരു മരം മുറിക്കുകയായിരുന്നില്ലേ. വാസിന്റ് ഐ ഡൂയിങ് ദ ഹോംവർക്ക്, ഞാൻ ഹോംവർക്ക് ചെയ്യുകയായിരുന്നില്ലേ. വാസിന്റ് ഐ ടീച്ചിങ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നില്ലേ. ഇനി ഹി വെച്ച് അവൻ, അയാൾ, അദ്ദേഹം, ഇതിനെല്ലാത്തിനും ഇംഗ്ലീഷിൽ ഹി എന്നാണ് പറയുക. വാസിൻ ഹി റൈറ്റിംഗ് എ സ്റ്റോറി, വാസിൻ ഹി റൈറ്റിംഗ് എ സ്റ്റോറി. അവനൊരു കഥ എഴുതുകയായിരുന്നില്ലേ. വാസിൻ ഹി റീഡിങ് എ ബുക്ക്, അവനൊരു പുസ്തകം വായിക്കുകയായിരുന്നില്ലേ. വാസിൻ ഹി ക്ലീനിങ് ദ റൂം, അവൻ റൂം ക്ലീൻ ചെയ്യുകയായിരുന്നില്ലേ. വാസിൻ ഹി കട്ടിങ് എ ട്രീ, അവൻ ഒരു മരം മുറിക്കുകയായിരുന്നില്ലേ. വാസിൻ ഹി ഡൂയിങ് ദ ഹോംവർക്ക്, അവൻ ഹോംവർക്ക് ചെയ്യുകയായിരുന്നില്ലേ. വാസിൻ ഹി ടീച്ചിങ് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നില്ലേ. അടുത്തത് ഷീ, സിംഗുലർ ആണ്, അവൾ. വാസിൻ ഷീ റൈറ്റിംഗ് എ സ്റ്റോറി, അവൾ ഒരു കഥ എഴുതുകയായിരുന്നില്ലേ. വാസിൻ ഷീ റീഡിങ് എ ബുക്ക്, അവൾ ഒരു പുസ്തകം വായിക്കുകയായിരുന്നില്ലേ. വാസിൻ ഷീ ക്ലീനിങ് ദ റൂം, അവൾ റൂം ക്ലീൻ ചെയ്യുകയായിരുന്നില്ലേ. വാസിൻ ഷീ ക്ലീനിങ് ദ റൂം, അവൾ റൂം ക്ലീൻ ചെയ്യുകയായിരുന്നില്ലേ. വാസിൻ ഷീ കട്ടിങ് എ ട്രീ, അവൾ ഒരു മരം മുറിക്കുകയായിരുന്നില്ലേ. വാസിൻ ഷീ ഡൂയിങ് ദ ഹോംവർക്ക്, അവൾ ഹോംവർക്ക് ചെയ്യുകയായിരുന്നില്ലേ. വാസിൻ ഷീ ടീച്ചിങ് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നില്ലേ. ഇനി രാജു, സിംഗുലർ ആണ്. വാസിൻ രാജു റൈറ്റിംഗ് എ സ്റ്റോറി, വാസിൻ രാജു റൈറ്റിംഗ് എ സ്റ്റോറി. രാജു ഒരു കഥ എഴുതുകയായിരുന്നില്ലേ. നേരത്തെയും പറഞ്ഞിട്ടുള്ളതുപോലെ ഇംഗ്ലീഷിൽ ഇങ്ങനെ ചോദിക്കാറില്ല, പേര് വെച്ച് സാധാരണ ചോദിക്കാറില്ല. നമ്മുടെ രാജുവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും ഇത് ചോദിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? രാജുവിന് പകരം ഹി വയ്ക്കും, സീതയ്ക്ക് പകരം ഷീ വയ്ക്കും. അത് മനസ്സിൽ സൂക്ഷിക്കുക. അതുകൊണ്ട് നമ്മളത് പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്യുന്നില്ല. 4 വാചകങ്ങൾ അങ്ങനെ നാം കണ്ടു. ഞാൻ എഴുതുകയായിരുന്നു, ഐ വാസ് റൈറ്റിംഗ്. ഞാൻ എഴുതുകയായിരുന്നു, വാസ് ഐ റൈറ്റിംഗ്. ഞാൻ എഴുതുകയായിരുന്നില്ല, ഐ വാസിൻ റൈറ്റിംഗ്. നെഗറ്റീവ് ചോദ്യം ഇന്ന് കണ്ടത്, ഞാൻ എഴുതുകയായിരുന്നില്ലേ, വാസിന്റ് ഐ റൈറ്റിംഗ്. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഒരാളെ കൂടി കണ്ടെത്തിയിട്ട് മലയാളം ഇംഗ്ലീഷ്.
അങ്ങനെ 10 പ്രാവശ്യമെങ്കിലും ഓരോ വാചകം പ്രാക്ടീസ് ചെയ്യുക, അരമണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, ഒഴുക്കോടെ പറയാൻ പറ്റും. വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്, ആ ലിസ്റ്റിൽ നിന്ന് എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് പഠിക്കണം. 4 ഫോംസ് അറിഞ്ഞിരിക്കണം. അതോടൊപ്പം പുതിയ വാക്കുകളും പഠിക്കാൻ നോക്കുക. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു, അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3ആണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000-ൽ വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് നമ്മൾ കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ അവസാനത്തേതും ആയ 16ാമത്തെ ലിസ്റ്റാണ്. നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ വെർബിന്റെ ഫോംസിലെ 4 ഫോംസ്, രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം,
പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഇവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവ അറിയാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനോ എഴുതാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇവ പഠിക്കണം നിർബന്ധമായിട്ടും. മറ്റൊന്നുള്ളത് ഇംഗ്ലീഷിലെ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും ഒരേപോലെയാണ് ഉച്ചാരണത്തിലും സ്പെല്ലിങ്ങിലും. അർത്ഥം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുമാണ് പഠിക്കുക. പിന്നെ പ്രസന്റ് ഫോമിന് പ്ലൂരലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. ആദ്യം കൊടുത്തിട്ടുള്ളത് പ്ലൂരലാണ്. എസ് അല്ലെങ്കിൽ എസ് ഒക്കെ ഉള്ളതാണ് സിംഗുലർ. അർത്ഥം ഒന്ന് തന്നെയാണ്. തുടങ്ങാം. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്, സിംഗ്, സാങ്, സങ്, swim, swam, swum, ring, rang, rung, sing, sang, sung, shrink, shrank, shrunk, swing, sprang, sprung. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇത് മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വെവ്വേറെ രീതിയിലാണ് സ്പെല്ലിങ്ങും ഉച്ചാരണം ഒക്കെ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പഠിക്കണം. ഒത്തിരി ഉപയോഗിക്കുന്നതാണെന്ന് ഓർക്കുക. ഇനിയുള്ള വെർബുകളൊക്കെ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് അവ കാണാം. ബാങ്ക്, ബാങ്ക്ഡ്, ബാങ്ക്ഡ്, കംപ്ലീറ്റ്, കംപ്ലീറ്റഡ്, കംപ്ലീറ്റഡ്, കോം, കോംഡ്, കോംഡ്, ക്ലോസ്, ക്ലോസ്ഡ്, ക്ലോസ്ഡ്, ക്രഷ്, ക്രഷ്ഡ്, ക്രഷ്ഡ്, curl, curled, curled, fold, folded, folded, itch, itched, itched, need, needed, needed, object, objected, objected, obtain, obtained, obtained, order, ordered, ordered, peck, pecked, pecked, perform, performed, performed, permit, permitted, permitted, please, pleased, pleased, possess, possessed, possessed, pour, poured, poured, provide, provided, provided, release, released, released, rely, relied, relied, surround, surrounded, surrounded. ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളാണ്. അതുകൊണ്ട് ഇവ നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കുക, അർത്ഥമൊക്കെ പഠിക്കണം. ചില വെർബുകളിൽ നമ്മൾ കാണുന്ന പോലെ സിംഗുലർ ഉണ്ടാക്കുമ്പോൾ IS എന്നൊക്കെ ചേർത്തിട്ടുണ്ടാകാം. അല്ലെ പാസ്റ്റിലും പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ ചിലപ്പോൾ ഡബിൾ അല്ലെ ചില ലെറ്റേഴ്സ് അക്ഷരങ്ങൾ ഇരട്ടിച്ചിട്ടുണ്ടാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും. ചിലപ്പോൾ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പം നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.